നമസ്കാരം. 2026 ജനുവരി 1 മുതൽ 2026 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഉത്രാടം നക്ഷത്രത്തിന് ഈ നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മുതൽ വ്യാഴം 7-ലും ശനി 3-ലും രാഹു 2-ലും കേതു 8-ലും ആണ് സഞ്ചരിക്കുന്നത്. വർഷമാദ്യം കുറേയേറെ ദോഷാധിക്യമൊക്കെ ഉണ്ട്. 2025 ബാക്കി പത്രം എന്നോണം സാമ്പത്തിക കാര്യത്തിലും ശാരീരിക കാര്യത്തിലും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തുമൊക്കെ കുറേയേറെ പ്രശ്നങ്ങളും മാന്ദ്യമൊക്കെ ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റം അതിമനോഹരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുതരുന്നതാണ്. വരുമാനമൊക്കെ വർദ്ധിക്കുന്നതാണ്, നിങ്ങളുടെ ഇൻകം സോഴ്സും ഒക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ദമ്പതിമാർ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് അകന്നു നിൽക്കുന്ന ദമ്പതിമാർ ഒരുമിച്ച് ചേർന്ന് അവർ ധാരാളമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു വർഷം തന്നെയാണ്. പിന്നീട് വർഷാവസാനം വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് അകൽച്ച ബാധിക്കുമെങ്കിലും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വർഷാവസാനം നിങ്ങളുടെ ചില അഭിപ്രായങ്ങൾ പരസ്പരം കൂട്ടിച്ചേർക്കാൻ സാധിക്കാതെ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കേണ്ടതായിട്ടൊക്കെ വരാം. വർഷാവസാനം വ്യക്തി ജീവിതത്തിലും കർമ്മരംഗത്തുമൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു ഭവിക്കുന്നതാണ്. ഇതുവരെ സാമ്പത്തിക കാര്യത്തിലൊക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിരുന്നവർക്ക് ചെറിയ തോതിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ അനുഭവിക്കാം. ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ധാരാളം തടസ്സങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നവരാണ്. എങ്കിലും നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് ധാരാളം കാര്യങ്ങളെയൊക്കെ മാറ്റിവെക്കാനും അതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളുമൊക്കെ മനസ്സിന് ഉണർവുണ്ടാക്കുന്നതായിരിക്കും. കുടുംബത്തിൽ തന്നെയാണെങ്കിലും സന്താനങ്ങളുടെ പഠനത്തിനും സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ പണം ധാരാളം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. നല്ലതുപോലെ ഈശ്വരാധീനവും പ്രാർത്ഥനയും ഒക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഈശ്വരാധീനമൊക്കെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ 2026 വർഷത്തിൽ സാധിക്കുന്നതാണ്. ശനിയുടെ 3-ലെ ഗോചരം എന്ന് പറയുന്നത് കുടുംബത്തിൽ പങ്കാളികളുമായിട്ട് സന്തോഷവും കുടുംബത്തിൽ മനസ്സമാധാനവും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. 2-ലെ രാഹുവും കേതു 8-ലും ആകിയാൽ അവരുടെ കുറച്ച് ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആയില്യത്തിനും മഹാദേവ ക്ഷേത്രത്തിലോ ദേവീ ക്ഷേത്രത്തിലോ ആയില്യ പൂജകൾ, നാട്ടിലില്ലാത്തവരാണെങ്കിൽ നാട്ടിലുള്ളവരോട് വിളിച്ച് പറഞ്ഞ് ആയില്യ പൂജ ചെയ്യുക. നാട്ടിൽ വരുന്ന സമയത്ത് നാഗക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത്, മണ്ണാറശാല, ആമേട, പമ്പുമേക്കാട് പോലെയുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തി അവിടെ യഥാവിധി വഴിപാടുകളൊക്കെ നടത്തുന്നത് നിങ്ങളുടെ ഈ രാഹുവിൻ്റെ ദോഷം കുറയ്ക്കുന്നതിന്, രാഹുകേതു ദോഷം കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും.